കുഴിനഖം നമ്മളിൽ പലരെ അലട്ടുന്ന ഒരു സ്കിൻ പ്രോബ്ലമാണ്, പ്രത്യേകിച്ചും കൂടുതൽ സമയം വെള്ളത്തിലും ചെളിയിലും മറ്റുമായിട്ട് ചിലവഴിക്കുന്നവർക്ക്. കുഴിനഖം അഥവാ ടോനെയിൽ ഫംഗസ് പ്രധാനമായിട്ടും കാലിലാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഇത് കയ്യിലും ഉണ്ടാകാം. നഖം ഉള്ളിലേക്ക് ഇറങ്ങി കഠിനമായിട്ടുള്ള വേദനയും ദുർഗന്ധവും എല്ലാം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണിത്. പലപ്പോഴും പാടത്തും പറമ്പത്തും നിരന്തരമായിട്ട് ജോലി ചെയ്യുന്നവരിൽ കുഴിനഖം കണ്ടുവരാറുണ്ട്. ജോലി ചെയ്യുന്നിടത്ത് നനവ് അധികമായിട്ടുണ്ടാകുമ്പോഴും ഡിറ്റർജൻറ്റ്, വളം, മണ്ണ് തുടങ്ങിയവയുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുമ്പോഴും നഖത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിനും ഇടയിലുള്ള ക്യൂട്ടിക്കിൾ എന്ന ഭാഗത്തിന് ക്ഷതം സംഭവിക്കും. അതുവഴി ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ നഖത്തിൻ്റെ ചുറ്റുമുള്ള സ്കിന്നിലേക്ക് പ്രവേശിക്കും. ഇതിൻ്റെ ഫലമായിട്ട് നഖത്തിന് ചുറ്റും ചുവപ്പും തടിപ്പും വീക്കവും വേദനയൊക്കെ ഉണ്ടാവും. ഈ അവസ്ഥയാണ് കുഴിനഖം. ഇത് രൂക്ഷമായാൽ പഴുപ്പുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ചില വീട്ടുവൈദ്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് തൊട്ടാവാടി. നമ്മുടെയൊക്കെ വളപ്പിൽ കാണാവുന്ന ഒന്നാണിത്. ഏറെ ആരോഗ്യഗുണമുള്ള ഒന്നും കൂടിയാണ് തൊട്ടാവാടി. പല അസുഖങ്ങൾക്കും പ്രത്യേകിച്ചും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് തൊട്ടാവാടി ഉപയോഗിക്കാം. ഇതിൽ നാരങ്ങ, മഞ്ഞൾ എന്നിവയും കൂടി ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. അല്പം തൊട്ടാവാടിയുടെ ഇലകൾ, മഞ്ഞൾ, ഒരു കഷ്ണം തൊലി കളയാത്ത നാരങ്ങ എന്നിവയാണ് ഇതിനായിട്ട് വേണ്ടത്. തൊട്ടാവാടിയുടെ ഇലകൾ നന്നായിട്ട് കഴുകിയ ശേഷം ഇവ മൂന്നും കൂടെ നന്നായിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കുക. ഇത് കുഴിനഖമുള്ളിടത്ത് പൊതിഞ്ഞ് വെച്ച് മുകളിൽ എന്തെങ്കിലും തുണി കൂടെ വെച്ചിട്ട് കെട്ടിവയ്ക്കാം. ഇതാണ് നമുക്ക് കുഴിനഖത്തിനെതിരായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വിദ്യ. ഇനി അടുത്തത് നമുക്ക് വിനാഗിരി ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. കുഴിനഖം ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണ് വിനാഗിരി. കാലുകളിൽ ബാധിക്കുന്ന പൂപ്പലുകൾക്കെതിരായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് വിനാഗിരി ഉപയോഗിക്കാം. ഇതിനായിട്ട് ആപ്പിൾ സിഡർ വിനാഗിരിയോ അല്ലെങ്കിൽ വൈറ്റ് വിനാഗിരിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വിനാഗിരിയിൽ അല്പം വെള്ളം ചേർക്കാം. എന്നിട്ട് ഈ പൂപ്പൽബാധയുള്ള കാലുകൾ അതിൽ മുക്കി വയ്ക്കാം. ഇത്തരത്തിൽ ദിവസം 3 നേരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെ ഫലം ചെയ്യും. അതിനുശേഷം നമുക്ക് ചെറു ചൂടുള്ള വെള്ളത്തിൽ ആ വിരലുകൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒപ്പിയെടുക്കാം. വിനാഗിരി പോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് വേപ്പെണ്ണ. വേപ്പെണ്ണയുടെ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ നമുക്ക് നഖത്തിലുണ്ടാകുന്ന പൂപ്പൽ ബാധയെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല നമ്മുടെ വിരലുകളുടെ രൂപഭംഗി മെച്ചപ്പെടുത്താനും വേപ്പെണ്ണയ്ക്ക് കഴിയും. അതിനായിട്ട് നഖത്തിന് ചുറ്റും വേപ്പെണ്ണ പുരട്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നഖവും ചുറ്റുമുള്ള ഭാഗങ്ങളും ഒക്കെ നനവില്ലാതെ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പലപ്പോഴും പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ വിരലുകളിലും കൈകാലുകളിലും ഒക്കെ നനവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൗസോ അല്ലെങ്കിൽ കാലറുകളോ ഒക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുഴിനഖത്തിനെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഉപ്പ്. ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കുഴിനഖത്തെ പാടെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുവിധം എല്ലാവരും ചെയ്ത് നോക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇത്. ഇതിനായിട്ടൊരു പാത്രത്തിൽ നമുക്ക് പാദം മുങ്ങിയിരിക്കാൻ പാകത്തിന് ഇളം ചൂടുള്ള വെള്ളം എടുക്കാം. അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്ത ശേഷം കാല് മുക്കിയെടുക്കാം. കാല് പുറത്തെടുത്ത് വിരലുകളിൽ അല്പം ഉപ്പ് വയ്ക്കാം. 3 മിനിറ്റ് നേരം ഇങ്ങനെ വയ്ക്കാം. ശേഷം പാത്രത്തിലെ വെള്ളത്തിൽ 1 കപ്പ് ഉപ്പ് ചേർത്ത് അരമണിക്കൂർ കാലതിൽ മുക്കി വയ്ക്കാം. ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിന് നല്ല മാറ്റം വരുന്നതായിട്ട് കാണാം. കടൽ തീരത്തൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കടൽ വെള്ളത്തിൽ ഇതുപോലെ കാല് മുക്കി വയ്ക്കുന്നതും ഏറെ ഫലപ്രദമായിരിക്കും. കുഴിനഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം അതേതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.